ഏകദേശം 100ന് മുകളിൽ ആൾക്കാർ ഓഡിയബിൾ അല്ല, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നോർത്ത് സോൺ സബ് കമ്മിറ്റി, യുവ അഭിഭാഷക സമിതി നോർത്ത് സോൺ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിന്റെ ഒരു മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ഹൗ ടു ക്രാക്ക് ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാം എന്ന് പറയുന്ന ഒരു സെഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെഷൻ എടുക്കുന്നത് അഡ്വക്കേറ്റ് അശ്വിൻ എ ആണ്. അദ്ദേഹം തൃശ്ശൂർ ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ നമുക്ക് വേറെ കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് അശ്വിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ക്ലിയർ അല്ലേ? സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ് സർ. യെസ്. സോ നമുക്കറിയാം 20th ഓൾ ഇന്ത്യ ബാർ എക്സാം നടക്കാൻ പോവാണ്. നമ്മൾ ഈ വരുന്ന 30th നെക്സ്റ്റ് വീക്കിലാണ്. കറക്റ്റ് ഒരു 1 വീക്ക് ഗ്യാപ്പാണുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷനുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഈ എക്സാമുകളെല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കാലത്തേക്കെല്ലാം വളരെ എളുപ്പത്തിലുള്ള എക്സാമുകൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമുക്ക് ഡയറക്റ്റ് നിന്നും തന്നെ കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള എക്സാമുകളാണ് മുമ്പ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ എയ്ബ് എക്സാമുകൾ, എസ്പെഷ്യലി നമ്മുടെ ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള എയ്ബ് എക്സാമുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് ടഫാക്കി തുടങ്ങിയിട്ടുണ്ട്. എക്സാം കുറച്ചും കൂടിയും അറിവ് ഉള്ള കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പലപ്പോഴും ബെയറാക്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബെയറാക്ട് നിന്നും ഡയറക്ട്ലി നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ബെയറാക്ടിനകത്ത് സംവേർ ദർ എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെയുണ്ട്, പക്ഷെ അത് എവിടെയാണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ റീഡ് ബിറ്റ്വീൻ ലൈൻ എന്നുള്ള രീതിയിൽ ഓരോ ലൈൻസും എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു പക്ഷെ അതിനകത്തിന്റെ ഉള്ളിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലായി നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലേക്ക് ഈ എക്സാം മാറിക്കഴിഞ്ഞു. അപ്പൊ കുറച്ചധികം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. പണ്ട് ഈ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബഞ്ച് ഓഫ് ബുക്സ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്തായി അവിടെ ചെന്നിരുന്ന് എഴുതി പോരാ, ഈസിലി പാസ്സാവും എന്നുള്ള ഒരു നിലവാരമായിരുന്നു മുമ്പത്തെ ഒരു കാലഘട്ടത്തില്. പക്ഷെ ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പോലെയുള്ള വലിയൊരു പ്രിപ്പറേഷൻ വേണമെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു എന്താണത് എക്സാം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് എഴുതി നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എത്രത്തോളം നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണെങ്കിൽ പോലും പലരും അത് ചിലപ്പോൾ അതിനെക്കുറിച്ച് ബോധേഡായിരിക്കില്ല. അത് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവണമെന്നില്ല. എഴുതാൻ പോകുന്നു, സിലബസ് നോക്കുന്നു, അതനുസരിച്ചുള്ള ബുക്സ് വാങ്ങി വെക്കുന്നു. ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. ആ സമയത്താണ് യങ് ലോയേഴ്സ് നോർത്ത് സോണിന്റെ കൺവീനർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് നിർമ്മൽ മാത്യു ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇത്തരത്തിലൊരു മോക്ക് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ, മോഡൽ എക്സാം നടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആദ്യം വിചാരിച്ച് ഓഫ്ലൈനായിട്ട് നടത്താമെന്നുള്ളതായിരുന്നു. ഓഫ്ലൈനായിട്ടാണല്ലോ നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇത്രയും ജില്ലകളിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട്. മാക്സിമം എല്ലാവരിലേക്കും അത് എത്തണമെങ്കിൽ ഓഫ്ലൈനായിട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോസിബിൾ ആവില്ല. അപ്പൊ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി മോക്ക് കംപ്ലീറ്റ്ലി ആ മോക്കിന് 100% നമുക്ക് അതേപോലെ തന്നെ നടത്താൻ പറ്റില്ല. കാരണം ശരിക്കും എയ്ബ് നടക്കുന്നത് ഓഫ്ലൈനായിട്ടാണ്, OMR ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഓൺലൈനിൽ നടക്കുമ്പോൾ അത് പോസിബിൾ അല്ല. അപ്പം അത് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, ഇവർക്ക് എങ്ങനെ മാർക്കുകൾ കൊടുക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് അഡ്ഹോക് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമെന്നും അതിനകത്ത് നമുക്ക് മാർക്കുകൾ അടക്കം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അടക്കം അറിയുന്ന വിധത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് നടത്താം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ അത് മാക്സിമം എല്ലാവരും അറ്റൻഡ് ഈ സെഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും. അതെങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതെല്ലാം അവസാന സമയങ്ങളിൽ, നമ്മുടെ ഈ സെഷന്റെ അവസാന സമയങ്ങളിൽ പറഞ്ഞു പോവാം. സോ നമുക്ക് ഈ എക്സാമിന് ഹൗ ടു പ്രിപ്പയർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് സിലബസ് തന്നെയാണ്. സിലബസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ, അല്ലെ? സോ നോക്കൂ, സിലബസ് നോക്കുന്ന സമയത്ത്
ഒരുപാട് ആക്ടുകൾ പറയുന്നുണ്ട് അല്ലെ, ഒരുപാട് ആക്ടുകളുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ. എല്ലാ ആക്ടുകളും ചിലപ്പോൾ ബെയർ ആക്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഈ ആക്ടുകളെല്ലാം കൈവശം വെക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടാവുന്നിടത്തോളം കളക്ട് ചെയ്യുക. എല്ലാം നമ്മൾ വാങ്ങിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാർ എക്സാം എഴുതിയവരുണ്ടാവാം അല്ലെ. അപ്പം ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസുകളിൽ നിന്ന്, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഓഫീസുകളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെയർ ആക്ടുകൾ കിട്ടാം. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ബെയർ ആക്ടുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പണ്ടത്തെ എല്ലാ ബെയർ ആക്ടുകൾക്കകത്തും എന്തുണ്ടായിരുന്നു, കമന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെ. കമന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വേറൊരു സ്ക്രീൻ ഷെയർഡ് ആയിട്ട് കാണുന്നുണ്ട്? അതൊന്ന് പിൻ ചെയ്താണോ? ആരുടെയോ ഒന്ന് പിൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് അത് മാറ്റാവോ? ഞാൻ ഏതോ തൊട്ടപ്പോ അങ്ങനെ ആയി പോയതാ തോന്നുന്നു. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ഞാൻ നോക്കട്ടെ, ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം. അവിടെ ഷെയർ ചെയ്യുന്ന സ്ഥലത്ത് ഹരിദാസ് പ്രസന്റിംഗ് ഇപ്പം റെഡിയായോ? തിരിച്ചു കാണാനുണ്ടോ? യെസ് യെസ് ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം കുറെ ആക്ടുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ആക്ടുകളെ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അത് കമന്റ്സ് ഉള്ളത്, നോട്ട്സ് ഉള്ളത്. പണ്ടത്തെ വേറെ ആക്ടുകൾ എടുത്ത് അതിനകത്ത് കമന്റ്സുകൾ, നോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിൽ പറയുന്നത് അത് കയറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല സെന്ററുകളിലും ഒരുപക്ഷെ കറക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് പ്രതീക്ഷ കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും ആ ആക്ട്, കമന്റ്സ് ഇല്ലാത്ത, നോട്ടില്ലാത്ത പുതിയ ആക്ടുകൾ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അമെൻഡഡ് ആയിട്ടുള്ള ആക്ടുകൾ, ഇപ്പം ഈ റീസെന്റ് കുറെ അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അമെൻഡഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ആക്ടുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ അത് കളക്ട് ചെയ്ത് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. അതിപ്പോൾ ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. വിത്തൗട്ട് നോട്ട്സ് ഇതിന് വേണ്ടിയിട്ടുള്ള ബഞ്ച് തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെയും കുറെ ആക്ടുകൾ ഉണ്ട്. അപ്പം ഇതിനകത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം ഇരിക്കേണ്ട ആക്ടുകളാണോ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, കാരണം 10 മാർക്ക് ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നോക്കിയാൽ IPC ഉണ്ട്, BNS ഉണ്ട്. രണ്ടും വേണം. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നേക്കാം. 8 മാർക്ക് അവിടെ അവൈലബിൾ ആണ്. ദെൻ CRPC, അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, അതുപോലെ CPC 10 മാർക്ക് ഉണ്ട്. ദെൻ എവിഡൻസ് ആക്ട് പ്ലസ് BSA, ഇത് രണ്ടും വേണം, 8 മാർക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും ആവുമ്പോൾ തന്നെ വലിയൊരു മാർക്കായി. ആക്ച്വലി എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുമ്പ് എയ്ബു പാസ്സാവാൻ 40 മാർക്ക് മതിയായിരുന്നു. ഇപ്പോ അത് ചെറിയൊരു റിവിഷൻ വന്നു, 45 മാർക്ക് വേണമെന്നാണ്. 45% ആണ് പറയുന്നത്. 45% എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 45% ആണ് നോക്കുക, അതായത് മാർക്കല്ല നോക്കുന്നത്. അപ്പൊ 100-ൽ 45 മാർക്ക് വേണം. 10 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്താൽ അപ്പൊ 90-ലാണ് മാർക്ക്. 90-ൽ 45 എന്ന് പറയുമ്പോൾ 45% അല്ല 50% ആയി. അത്രയും വേണ്ട അല്ലെ. അപ്പൊ 90-ന്റെ 90-യുടെ 45% എത്രയാണോ അത്രയും മാർക്ക് മതി. മനസ്സിലായി? അതുകൊണ്ടാണ് പെർസെന്റേജ് ഓഫ് മാർക്ക് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് SC/ST വിഭാഗത്തിൽ പെടുന്നവർക്കും ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്തുണ്ട്, ഒരു 5 മാർക്കിന്റെ ഇളവുണ്ട്. 40% മാർക്ക് കിട്ടിയാലും എയ്ബു പാസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ, ഒരു ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സെഷനിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യുകയോ കമന്റ് ത്രൂ ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ്. ഇതുപോലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിഡൻസ് ആക്ട് കഴിഞ്ഞാൽ ADR മെക്കാനിസംസ് ആണ്. അപ്പൊ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട മീഡിയേഷൻ ആക്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ട്സ് ഉണ്ട്. അപ്പൊ ആ ആക്ടുകളിൽ നിന്നെല്ലാം കൂടിയിട്ട് 4 മാർക്കാണ് വരുന്നത്. അപ്പൊ അത് പ്രിഫറബിളി നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിലെല്ലാ ആക്ടുകളും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. 2023-ലെ മീഡിയേഷൻ ആക്ട് ഉണ്ട്, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാവുന്ന ആക്ടുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കൈവശം വെക്കാനായിട്ട് ശ്രമിക്കാം. ഫാമിലി ലോയിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് ആക്ടുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഹിന്ദു മാരേജ് ആക്ട് ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആക്ട് ആയിക്കോട്ടെ, സ്പെഷ്യൽ മാരേജ് ആക്ട് ആയിക്കോട്ടെ, സക്സഷൻ ആക്ടുകളായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ഫാമിലി ലോസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണുന്ന ഒരുപാട് ആക്ടുകളുണ്ട്. അതിൽ നിന്നും കിട്ടാവുന്ന പേർ ആക്ടുകളെല്ലാം നിങ്ങൾ കൈവശം വയ്ക്കാൻ ശ്രമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ വിചാരിക്കും എന്തിനു ഇത്രയും വേണ്ടത്, 45 മാർക്ക് മതിയല്ലോ എന്ന്. പക്ഷെ ചിലപ്പോ എക്സാമിനകത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് 10 മാർക്കിനകത്ത് ചിലപ്പോൾ 5 മാർക്കോളം കേസ് ലോസും അതുപോലെ തന്നെ ഡയറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മുടെ ബെയർ ആക്ടിൽ നിന്നും കിട്ടാത്ത വിധത്തിലുള്ളതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ ആ ബുക്ക് ഉപയോഗിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അയ്യോ അതിനകത്ത് 3-4 മാർക്ക് കിട്ടിയുള്ളൂ എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ BNS-നകത്ത് IPC-ക്ക് അകത്തുനിന്നോ മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും.
ആ ചെറിയ ചെറിയ ആക്ടുകളിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേറെ ആക്ട് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സെക്ഷന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന് ഫുട് നോട്ട് എന്ന് പറയുന്നത് അമെന്റ്മെന്റുകളെല്ലാം ഫുട് നോട്ടായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. ആ അമെന്റ്മെന്റുകളെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അമെന്റ്മെന്റുകളൊക്കെ ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ഇത്തരം ചെറിയ ആക്ടുകൾ മൊത്തത്തിൽ കളയാൻ പറ്റില്ല. ആ ആക്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ PA പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള ലോ ആവണമെന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അതിനകത്തുനിന്ന് മിക്കവാറും ചോദിക്കുന്നത് പ്രീവിയസ് കേസ് ലോസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, കോഡിഫൈഡ് ആയിട്ടല്ല എടുക്കുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലോനകത്താണെങ്കിലും ചിലപ്പോൾ കേസ് ലോസ് ആവാം, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ LLBക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിച്ചിരിക്കുന്ന, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ദെൻ പ്രൊഫഷണൽ എത്തിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കോഡിഫൈഡ് ആയിട്ടുള്ള ലോ എന്നുള്ള രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പം പക്ഷേ മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട കേസസ് ഒക്കെ ചോദിക്കുന്ന എടുത്തു പറയുന്നുണ്ട്. അതുപോലെ അവിടെ അഡ്വക്കേറ്റ്സ് ആക്ട് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നും എല്ലാം വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ കമ്പനി ലോ ആണ്, 2 മാർക്ക് മാത്രമാണ് കമ്പനി ലോയിൽ നിന്നും വരുന്നത്. എൻവയോൺമെന്റ് ലോ എന്നും 2 മാർക്കാണ്. അപ്പൊ എൻവയോൺമെന്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടുകളുണ്ട്. ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഉണ്ട്, അല്ലെ, പിന്നെ ബോണസ് ആക്ട് ഉണ്ട്, അതുപോലെ ഗ്രാറ്റുവിറ്റി ആക്ട് ഉണ്ട്, ESI ആക്ട് ഉണ്ട്, PF ആക്ട് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ടുകൾ കൂടിച്ചേരുന്നതാണ്. ലേബർ ലോയ്ക്കാണ് ഞാൻ കിടന്നത് ഇടയിൽ, എൻവയോൺമെന്റ് ലോ അല്ല, ലേബർ ലോ, അതിന്റെ താഴെ കിടക്കുന്ന ലേബർ ലോ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലേബർ ലോയ്ക്കകത്ത് 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ 4 മാർക്കിൽ ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ ആക്ട്, ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്സ് ആക്ട്, അതുപോലെ ഇത്തരത്തിലുള്ള കുറേ ആക്ട് ഉണ്ട്, ബോണസ് ആക്ട്, ഇങ്ങനെ കുറേ ആക്ടുകളുണ്ട്. ഈ ആക്ടുകളെല്ലാം കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പലതും വലിയ ആക്ടുകളും ഉണ്ട്. അപ്പൊ എല്ലാ ബേറാക്ടും നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്നത് മാക്സിമം കൊണ്ടുപോകാന്നുള്ളൂ. ഇനി തിരിച്ച് എൻവയോൺമെന്റ് ലോക്ക് വരികയാണെങ്കിൽ എൻവയോൺമെന്റ് ലോയിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആക്ടുകളുണ്ട്. എൻവയോൺമെന്റ് ലോക്ക് അകത്താണെങ്കിലും ഒരുപാട് ആക്ടുകളുണ്ട്. എയർ ആക്ട് ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്, അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അല്ലെ. അങ്ങനെ നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള ആക്ടുകൾ മാത്രമല്ല, പഠിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആക്ടുകൾ എൻവയോൺമെന്റ് ലോയിലുണ്ട്. 10, 15, 20 ആക്ടുകൾ ഈസിലി നമുക്ക് നമ്പർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാ ആക്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ പറ്റില്ല. എവിടെന്നെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് മാത്രമേ എൻവയോൺമെന്റ് ലോയിൽ പറ്റുള്ളൂ. സോ അത് നമുക്ക് അധികം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ലോ അതുപോലെ ലേബർ ലോ ഒന്നും ഫോക്കസ് ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈബർ ലോയിലേക്ക് വരുന്ന സമയത്ത് 2 മാർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. കാരണം സൈബർ ലോയിൽ നമുക്കറിയാം, നമ്മുടെ അനാക്ട്മെന്റ് എന്ന് പറയുന്നത് 2000 IT ആക്ട് ആണ്, അല്ലെങ്കിൽ അതിന്റെ അമെന്റഡ് ആയിട്ട് 2008 അമെന്റ്മെന്റോട് കൂടിയിട്ടുള്ള IT ആക്ട് ആണ് ഉള്ളത്. അപ്പൊ ആ IT ആക്ടിൽ നിന്നും തന്നെയാണ് 2 മാർക്ക് സൈബർ ലോക്ക് അത് ചോദിക്കാൻ സാധ്യത ഉണ്ടാവുക. സോ അത് നമുക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാം. അപ്പോൾ എൻവയോൺമെന്റ് ലോയുടെ 2 മാർക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ എളുപ്പമാണ് സൈബർ ലോ ആണ്. നമുക്ക് ബെയർ ആക്ട് അവൈലബിൾ ആണ്, ബെയർ ആക്ട് കൊണ്ടുപോകാം. ദെൻ ടോട്ടിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം അതിലെ ബെയർ ആക്ടുകൾ കൊണ്ടുപോകാവുന്ന ചില ബെയർ ആക്ടുകൾ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഉണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ബെയർ ആക്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. ദെൻ അതുപോലെ തന്നെ ലോസ് റിലേറ്റഡ് ടു ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. GST ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്. അപ്പം ആ ആക്ടുകൾ നിങ്ങൾക്ക് പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം അവസാന ദിവസം എല്ലാം നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, എക്സാമിന്റെ തലേദിവസം അതിന്റെ തലേദിവസമായിട്ട് പല ഓഫീസുകളും കയറി ഇറങ്ങി നമുക്ക് കിട്ടാവുന്ന ആക്ടുകളെല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചോദിക്കും നമ്മുടെ ഫ്രണ്ട്സിനോട്, അവർക്ക് അത് കിട്ടിയോ, ഇവർക്ക് ഇത് കിട്ടിയോ എന്ന് ചോദിച്ച് ആ സമയത്ത് അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല, കഴിഞ്ഞില്ല, എൻ്റെ ആകെ 10 ആക്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഒരാഴ്ച സമയം നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ. അപ്പൊ ഈ ഒരു 1 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റാവുന്നത് കളക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾ ചെയ്യുക. ഇത് എന്തുകൊണ്ട് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അതൊക്കെ ഞാൻ കടക്കാതിന് മുമ്പ് സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ദെൻ ലോ ഓഫ് ടാക്സേഷൻ വരെ എത്തി. ദെൻ ലോ ഓഫ് കോൺട്രാക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, അതുപോലെ പ്രോപ്പർട്ടി ലോസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആവാം, ഈസ്റ്റ്മെന്റ്സ് ആക്ട് ആവാം, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്. അപ്പൊ കുറെ ആക്ടുകളുണ്ട്. ഇതെല്ലാം 8 മാർക്ക്. ഈ 8 മാർക്കിന്റെ ബെയർ ആക്ടുകളും നമുക്ക് ഒരുവിധെല്ലാം എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. കോൺട്രാക്ട് ആക്ട് ആണെങ്കിലും, സ്പെസിഫിക് റിലീഫ് ആക്ട് ആണെങ്കിലും, TP ആക്ട് ആണെങ്കിലും, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണെങ്കിലും, ഈസ്റ്റ്മെന്റ്സ് ആക്ട് ആണ്, ചെറിയൊരു ആക്ട് ആണ്, ഈസ്റ്റ്മെന്റ് ആക്ട്, NA ആക്ട്. ഈ ആക്ടുകളെല്ലാം നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഭാഗങ്ങളാണ്. ദെൻ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപാട് LARR ആക്ട് ഉണ്ട്, അതുപോലെ ഒരുപാട് ആക്ടുകൾ ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ആക്ടുകളുണ്ട്. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസിന് 2 മാർക്കേ വരുന്നുള്ളൂ. ആ 2 മാർക്കിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് നമുക്കറിയാം. കോപ്പിറൈറ്റ്സ് ആക്ട് ഉണ്ട്, ട്രേഡ് മാർക്സ് ആക്ട് ഉണ്ട്, അതുപോലെ ഡിസൈൻസ് ആക്ട് ഉണ്ട്, അല്ലെ, പിന്നെ GA ആക്ട് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി IPR ലോസ് എന്ന് പറയുന്ന 2 മാർക്കിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-6 ആക്ടുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻവയോൺമെന്റ് ലോയിലും ലേബർ ലോയിലും പോലെ അത്രയധികം നമ്പർ ഓഫ് ആക്ടുകൾ വെച്ച് 2-4 മാർക്കല്ല, ഒരു 4-5 ആക്ടുകൾ IPR-ക്കകത്ത് ഫേമസ് ആയിട്ട് കിടക്കുന്ന ലോസ്.
അപ്പം അതിന്റെ എത്ര വർഷത്തേക്കാണ് അത് ഓരോ ട്രേഡ് മാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്, അതിന്റെ വയലേഷൻ എന്താണ്, എന്തൊക്കെയാണ് ഓരോ ആക്ടിന്റെ അണ്ടറിലും പെടുന്നത് എന്നുള്ളതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ആദ്യ ഘട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിനാണ് എയ്ബ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും. നമ്മൾ LLB പഠിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എൻറോൾ ചെയ്തു, ദെൻ വൈ ദിസ് കൈൻഡ് ഓഫ് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആൻസറുകൾ ഉണ്ടാവാം. അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും, നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. നമ്മൾ എക്സാം എഴുതാൻ വിധേയരായതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക, അല്ലാതെ വേറെ വഴിയില്ല. സോ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് LLB പഠിച്ചു കഴിയുന്ന സമയത്ത് ഒരു പക്ഷേ ഇതിലെ പല ആക്ടുകളും നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ മാത്രം പഠിച്ച് അതിലൊതുങ്ങി നിന്നിട്ടുള്ള പല സബ്ജക്റ്റുകളാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ആക്ടുകളും. അപ്പോ ആസ് എ യങ് ലോയർ എന്നുള്ള രീതിയിൽ നമ്മൾ കോടതിയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആ ആക്ടുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എയ്ബിന്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ഇത്രയും പേർ ആക്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടിപ്പോകുന്നു. ഇത്രയധികം ആക്ടുകൾ ഉണ്ട് എന്നുള്ളതൊന്ന് റീകളക്ട് ചെയ്യുന്നു. ഈ ആക്ടുകൾക്കകത്ത് ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് എവിടെയെല്ലാം കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ചിരുന്ന എക്സാമുകളിൽ നിന്നും മാറി നമ്മൾ ബെയറാക്ട് യൂസ് ചെയ്തുകൊണ്ട്, ബെയറാക്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒരു സെക്ഷനിൽ നിന്നും എങ്ങനെ അതിന്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ പ്രൊവിഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബെയറാക്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഫഷണലി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടിയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബെയറാക്ട് വളരെ ഓപ്പൺ ടെക്സ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബെയറാക്ട് ഉപയോഗിക്കുന്നു, നമുക്കൊരു പ്രൊവിഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ബെയറാക്ട് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് അത്, എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കി ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട് അല്ലെ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബെയറാക്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ആ ബെയറാക്ട് ഉപയോഗിക്കുന്ന ആ ഇഷ്യൂവിന്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ ബെയറാക്റ്റിൽ നിന്നും കണ്ടെത്താം എന്നുള്ളത് കൂടി, ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റും കൂടിയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ റിവിഷൻ എന്നുള്ളൊരു പർപ്പസ് നമ്മുടെ LLB കഴിഞ്ഞ് ജസ്റ്റ് പാസ്സായി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ ആക്ടുകളെല്ലാം ഇന്ന ആക്ടുകൾ ഉണ്ടെന്നും, ഈ ഓരോ മേഖലകളിലും ഏതെല്ലാം ടൈപ്പ് ഓഫ് ആക്ടുകൾ ഉണ്ടെന്നും, അതിലെല്ലാം ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് എവിടെയാണെന്നും എല്ലാം ഒന്ന് കണ്ടെത്തുക, ഒന്ന് റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്യുക. ഇതെല്ലാം ആയിരിക്കണം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് മീൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട് ഉണ്ടായേക്കാം, അതിലേക്ക് ഞാൻ കടക്കുന്നേ ഉള്ളൂ. പറഞ്ഞത്രയും കാര്യങ്ങളിൽ ഓക്കെ അല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഒരു തംസപ്പ് അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലേ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത്രയും മനസ്സിലായി എന്ന് അല്ലെ? യെസ്, ഓക്കെ, താങ്ക് യു. സോ ഇനി എങ്ങനെയാണ് ഈ എക്സാമിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അഡ്മിറ്റ് കാർഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അത് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുൻകൂട്ടി തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പോകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി ആ സെന്ററുകൾ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക, അവിടേക്ക് പോകാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ആ ദിവസങ്ങളിലെ പരിപാടികളെല്ലാം ഉപേക്ഷിക്കുക, നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം ഇതിനു വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെക്കുന്നു. അപ്പൊ മുൻകൂട്ടി നമ്മൾ എത്ര സമയം വേണം ആ സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ളതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് അതിന്റെ നമുക്ക് കൊണ്ടുവേണ്ടതായിട്ടുള്ള നമ്മുടെ ID കാർഡുകളും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പിയും എല്ലാം ഓൾറെഡി മുമ്പേ എടുത്ത് റെഡിയാക്കി വെക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദെൻ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്കുകളെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഇത്രയും ബുക്കുകൾ അവിടെ വെക്കുന്നു. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് 3 മണിക്കൂറോളം സമയം നമുക്ക് എക്സാം എഴുതാൻ തന്നെ കിട്ടുന്നുണ്ട്. ആ 3 മണിക്കൂർ സമയം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫാസ്റ്റ് റീഡിങ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാം. ഫാസ്റ്റ് റീഡിങ് നടത്തുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട നെഗറ്റീവ് മാർക്ക് ഇല്ല അല്ലെ? നെഗറ്റീവ് മാർക്കില്ല. നമ്മൾ 100ൽ 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പോകേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. 100ൽ 100 നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നെഗറ്റീവ് ഇല്ലല്ലോ, ശരിയാവണേ ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, വായിക്കുന്നു. നമുക്ക് അറിയുമോ അറിയില്ലയോ, നമ്മുടെ ഉള്ളിലുള്ള മീനിങ്ങിൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണോ എന്ന് നോക്കുന്നു. അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് പോകാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന ഒരാളെ, കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആർട്ടിക്കിൾ 14 അത് പറയുന്നത്.
അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആർട്ടിക്കിൾ 17 ആണെന്ന് ഓടിയെത്തുന്നവരുണ്ട് എന്ന് വിചാരിക്കുക. അതിനർത്ഥം എല്ലാവർക്കും ഓടിയെത്താൻ പറ്റുമെന്നല്ല. അപ്പൊ നമുക്ക് പറ്റുന്ന, നമുക്ക് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ അത് കണ്ടേ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ മാർക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ ആക്ടുകൾ മുഴുവൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ 100 ക്വസ്റ്റ്യനിലേക്കും എന്ത് ചെയ്യുക, ആദ്യ റൗണ്ടിലെ ഒന്ന് ഓടിയത് 3 മണിക്കൂർ സമയമുണ്ട്, അത്യാവശ്യം സമയമുണ്ട്. ഈ സമയം യൂട്ടിലൈസ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് 100 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 5 ക്വസ്റ്റ്യനെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഇൻബിൽറ്റ് നോളജോട് കൂടിയിട്ട് ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവുക. അത് തെറ്റല്ല, നിങ്ങൾക്ക് അത് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ചിലപ്പോൾ 10 ഉണ്ടാവാം, ചിലപ്പോൾ 20 നന്നായിട്ട് അറിയുന്നവരുണ്ടാവാം. നന്നായി അറിഞ്ഞ് ഉറപ്പാണ്, 100% ഉറപ്പുള്ളത് മാത്രം ഉണ്ടാവും. സംശയമുള്ളതൊന്നും അപ്പൊ അറ്റൻഡ് ചെയ്യണ്ട, ഡൗട്ട് ഉള്ളതൊന്നും ഫസ്റ്റ് അറ്റംപ്റ്റിൽ അറ്റൻഡ് ചെയ്യേ വേണ്ട. നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക. ദെൻ അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് ഡയറക്ട്ലി ബെയർ ആക്റ്റിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ബെയർ ആക്റ്റിൽ ഇത് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാന് സെക്കൻഡ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണത്. ഇപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുന്ന സമയത്ത് ഇതാ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേസ് ലോയാ, ബെയർ ആക്റ്റിൽ ഇല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ആൻസർ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേസ് ലോ ആണ്, ബെയർ ആക്റ്റിൽ ഇല്ല. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വാസ് ക്ലോസ് 4B ഇൻസേർട്ടഡ് ഇൻ ടു ആർട്ടിക്കിൾ 16. ഇത് ബെയർ ആക്റ്റിൽ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ ആർട്ടിക്കിൾ 16 അത് 4B ക്ലോസ് ആഡ് ചെയ്തിട്ടുള്ള എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരാളാണെങ്കിൽ അതിൽ 2 സാഹചര്യങ്ങളുണ്ട്. എന്താ, ബെയർ ആക്റ്റിൽ നിന്നും ഡയറക്ട്ലി കിട്ടുന്നതും ബെയർ ആക്റ്റിൽ നിന്നും ഡയറക്ട്ലി കിട്ടാത്തതും. അപ്പൊ ഇത് ബെയർ ആക്റ്റിൽ നിന്നും കിട്ടുന്നതാണോ ഇല്ലയോ, നിങ്ങൾക്ക് ആർക്കാ കമന്റ് ചെയ്യാൻ പറ്റുക? അമെന്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്, പ്രൊവിഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. കിട്ടും. ചന്ദ്രൻ സാർ പറയുന്നുണ്ട് കിട്ടുമെന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടോ? പ്രൊവിഷന്റെ ഉള്ളിലെ കാര്യമല്ല ചോദിച്ചിരിക്കുന്നത്, അമെന്റ്മെന്റ് ആണ്. കിട്ടുമോ കിട്ടില്ലയോ? ഇതറിയണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബെയർ ആക്ട് ആദ്യമേ ഒന്ന് നോക്കി പോകണമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുമോ കിട്ടില്ലയോ, ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 16 കിട്ടും, ആക്ച്വലി കിട്ടും. അമെന്റ്മെന്റുകൾ ഫുട് നോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ 16 പോയിട്ട് നോക്കണം. ബെയർ ആക്ടിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബെയർ ആക്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് PDF ആയതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്ത് 16 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് 16ലേക്ക് ഡയറക്ട്ലി എത്താം. പക്ഷെ ബെയർ ആക്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെ ഡയറക്ട്ലി എത്താൻ പറ്റില്ല. നിങ്ങൾ നോക്കണം പോയിട്ട്. ഓക്കെ, സോ ബെയർ ആക്ടിൽ 16 ഇതാണ് ആർട്ടിക്കിൾ 16 അല്ലെ. ആർട്ടിക്കിൾ 16 ഇതാണ് 4B. 4Bയുടെ മുകളിൽ എന്തുണ്ട്, ഒരു 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫോർത്ത് അല്ലെ, 4 കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്, 4 എന്നുള്ളത് കാണാനുണ്ടല്ലോ, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ. 4Bയുടെ മുകളിൽ 4 എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഫുട് നോട്ടിൽ പോവുക, 4 എന്ന് പറയുന്ന പോയിന്റ് ഏതാ നോക്കുക. നേരെ ഇതിന്റെ 81st അമെന്റ്മെന്റ് ആക്ട് 2000 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, 81st അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. കാരണം എന്താ, നേരെ പോയി നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് പോയി കഴിഞ്ഞാല് എവിടെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പോയി കഴിഞ്ഞാല് ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഈ ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു, 16th ആർട്ടിക്കിൾ 16 4B എവിടേക്കോ പോയി. ഓക്കെ, ആർട്ടിക്കിൾ 16 4B കാണാനുണ്ടല്ലോ അല്ലെ ആക്ട്. നോക്കൂ അതിന്റെ ആൻസർ എവിടെ, 81st അമെന്റ്മെന്റ് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ എ മാർക്ക് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ ഇത് മാർക്ക് ചെയ്യാനായിട്ട്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പുള്ളതാണെങ്കിൽ ഇത് ചിലപ്പോൾ തപ്പിപ്പിടിച്ച സമയം കളയേണ്ടി വരും. ചില സമയങ്ങൾ നമുക്ക് ബെയർ ഉണ്ടെങ്കിൽ പോലും അത് തപ്പിപ്പിടിക്കാൻ കുറച്ചധികം ടൈം എടുക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് 100 ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിയുന്നത് മാത്രമാണ് ആൻസർ ചെയ്ത് പോകുന്നത്. ഇത് കാണാപ്പാടെ അറിയില്ലെങ്കിൽ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സിമ്പല് ഈ ക്വസ്റ്റ്യന്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഏറോ മാർക്ക് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആവാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാം, അല്ലെങ്കിൽ ഒരു കുത്താവാം. ചിലപ്പോൾ ഈ സ്റ്റാറും ഏറോ മാർക്കും ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇൻവിജിലേറ്റർ വന്നിട്ട് പറയും ഇതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടീച്ചറെ കബളിപ്പിച്ചുകൊണ്ട് ആരും അറിയണ്ട, ജസ്റ്റ് ഒരു കുത്തോ ഒരു ഡോട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്താ ഡോട്ടിന്റെ ഈ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് ഇത് ബെയർ ആക്ടിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
സോ നമുക്ക് കാണാപ്പാടം അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി പോകുന്നു. 100 എണ്ണം കഴിയുമ്പോൾ 5, 10, 15, 20 എത്രയാണ് നമ്പർ, ചിലപ്പോൾ 50, ചിലപ്പോൾ പാസ്സാവുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അറ്റൻഡ് ചെയ്യാതെ എണീറ്റ് പോരരുത്. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് 100 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ ബെയർ ആക്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ബെയർ ആക്ടിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ ബെയർ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം 3ാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു ഞാൻ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ബെയർ ആക്ട് ഞാൻ എടുത്തു, ആർട്ടിക്കിൾ 16 എടുത്തു, 4B എന്ന് പറയുന്ന ക്ലോസ് എടുത്തു, അതിന്റെ ഫുട് നോട്ട് എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ചു, മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ മാർക്ക് ചെയ്യുന്ന ആൻസർ ചെയ്യുന്നതെല്ലാം നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാവും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോ ചില ആക്ടുകൾ എടുക്കുന്ന സമയത്ത്, ബെയർ ആക്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര നോക്കിയിട്ടും കിട്ടാതെ ഇരിക്കുന്നുണ്ടാവും. ആദ്യം 1 മിനിറ്റോളം നമ്മൾ ഒരു ബെയർ ആക്ടിമിൽ ഇരുന്ന് നമ്മൾ വായിച്ചു നോക്കി, പക്ഷെ ആൻസർ കിട്ടുന്നില്ല. പിന്നെയും കുറെ നേരം ഇരുന്നു, കിട്ടുന്നില്ല. സോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ നമ്മുടെ ഒരു ഈഗോ ചിലപ്പോൾ അവിടെ വർക്കാവും. ഈഗോ എന്താ, ഇത് ഈ സെക്ഷനിൽ ഉണ്ടത് എനിക്ക് ഉറപ്പാണ്, ഇത് ആൻസർ ചെയ്യാൻ ഞാൻ ഓൾറെഡി 5 മിനിറ്റ് കളഞ്ഞു, ഇനി 1 മിനിറ്റും കൂടി അല്ലെങ്കിൽ 2 മിനിറ്റും കൂടി ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് അതിന്മേൽ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടാവും, ടൈം പോയിക്കൊണ്ടേയിരിക്കും. എക്സാമിന്റെ ടൈം ഈ 3 മണിക്കൂറിന്റെ പല സമയങ്ങളും ഇങ്ങനെ നമ്മൾ വെറുതെ കളയും. അങ്ങനെ അധികം കളയാതിരിക്കുക. നമ്മൾ ടൈം നോക്കിക്കൊണ്ടായിരിക്കും ഒരുപാട് സമയം പോകും. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 16 എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടിയത് അല്ലെ. അപ്പൊ അങ്ങനെ ടൈം പോകുന്നുണ്ട്, നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൽക്കാലം അവിടെ എന്ത് ചെയ്യുക, മറ്റൊരു മാർക്ക് ഇടുക. ഈ ഡോട്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഡോട്ട് തന്നെ കിടന്നുണ്ട്, നമ്മൾ ടിക്ക് ചെയ്യാത്തതുകൊണ്ട് ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഡോട്ട് അല്ലെങ്കിൽ അടുത്ത ഈ ബെയർ ആക്ടിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റൻ ഏതാണോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കടക്കുക. അത് കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, സ്റ്റക്ക് ആവരുത്. ഒരു ക്വസ്റ്റ്യനുമേൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റക്ക് ആവരുത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ PDF ഷെയർ ചെയ്യുമ്പോൾ ചെയ്തു തരാം കേട്ടോ, ഷെയർ ചെയ്ത് തരാം, PDF ഷെയർ ചെയ്ത് തരാം. നമുക്ക് കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം, നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. സോ അതൊക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് പോയി, ഒരാഴ്ച സമയം ഉണ്ടല്ലോ, വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണയായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബെയർ ആക്ട് കയ്യിൽ വെച്ചുകൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് അതിന്റെ ഒരു മെത്തേഡ്. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, മുഴുവനും നമുക്ക് നന്നായിട്ട് അറിയുന്ന അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്തു, ബെയർ ആക്ടിൽ തന്നെ എളുപ്പത്തിൽ കിട്ടാവുന്നതെല്ലാം, സമയം കളയാതെ കിട്ടാവുന്നതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തു. കുറച്ച് സമയം കളഞ്ഞിട്ട് കിട്ടാത്തത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം തേർഡ് അറ്റംപ്റ്റ്, അതിനുള്ള സമയമുണ്ട്, 3 മണിക്കൂറുണ്ട്. ഞാൻ പറഞ്ഞ ഈ ടൈം ഇങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. തേർഡ് അറ്റംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സ്റ്റക്കായി തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നും കൂടി സമയം എടുത്ത് ശ്രമിച്ച് എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്യുന്നു. ഫോർത്ത് അറ്റംപ്റ്റിൽ നമുക്ക് അറിയാത്തതും കൂടി എന്ത് ചെയ്യുന്നു, വെറുതെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഒന്നും അറിയില്ല, ഒട്ടും അറിയില്ല, ബ്ലാങ്ക് ആണ് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുക. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് 100 അറ്റൻഡ് ചെയ്തിട്ട് പോരുക. ഞാൻ ഈ പറയുന്ന രീതിയിലല്ലാതെ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളൊരു 30, 40, 45ാമത്തെ ക്വസ്റ്റ്യൻ എത്തുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റക്ക് ആവുന്ന ക്വസ്റ്റ്യൻ എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ 45 ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ കുറേ സമയം എടുക്കും, ഞാൻ പറയുന്ന രീതിയിലല്ലെങ്കിൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യനകത്ത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ച സമയത്ത് നമ്മുടെ ടീച്ചർ ക്ലാസ് എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ ഇരുന്ന് ഇതേ ക്വസ്റ്റ്യൻ എനിക്ക് LLB എക്സാമിന് എനിക്ക് കിട്ടിയതാ എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ സമയം ഇരുന്ന് ആലോചിക്കും, എനിക്ക് കിട്ടും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കിട്ടില്ല, അത് വെറുതെയാ. ഓക്കെ, വെറും തോന്നലാണ്, നമ്മുടെ തെറ്റിദ്ധാരണയുണ്ട്, നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാത്രം. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ പോയി 45ാമത്തെ ക്വസ്റ്റ്യൻ എത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ബെയർ ആക്ടിൽ നമ്മൾ സ്റ്റക്ക് ആവും. ബെയർ ആക്ടിൽ കുറേ വായിച്ച് അവിടെ ഇരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ കുറേ നേരം ഇങ്ങനെ ബെയർ ആക്ട് ഇരുന്ന് വായന. ബാക്കിയുള്ളവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ ബെയർ ആക്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്ന ഇനി ചിലപ്പോൾ അരമണിക്കൂറേ ബാക്കിയുള്ളൂ സമയം. അപ്പൊ നമ്മൾ പേടിച്ചു പോകും. കാരണം അരമണിക്കൂറേ സമയമുള്ളൂ, 45 ക്വസ്റ്റ്യൻ എത്തിയുള്ളൂ, അത് തന്നെ ആകെ 10, 20 അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഇനി 55 വായിച്ചെത്തണം. നമുക്കാണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 90 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ഡയറക്റ്റ് ബെയർ ആക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും. ആ ഒരു 10 ക്വസ്റ്റ്യൻ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനേ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഒരു 75ാമത്തെ 85ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റ് വാങ്ങിക്കൊണ്ടുപോകാനുള്ള സമയമായി. ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും തൊടാൻ പോലും നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, ഒന്ന് ബെയർ ആക്ട് നോക്കിയിരുന്നെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അവസാനത്തെ ടൈൽ എൻഡിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായേനെ. അത് നമുക്കറിയില്ല അല്ലെ. സോ നമ്മൾ അങ്ങനെ ടൈമിനെ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് അറിയുന്ന എല്ലാം അറ്റൻഡ് ചെയ്യുന്നു. ആ സമയത്ത് കൈയോടെ തന്നെ ബെയർ ആക്ടിൽ നിന്ന് കിട്ടുന്ന സംഭവം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പറിലെ മാർക്ക് ചെയ്ത് പോകുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ബെയർ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. ആ ബെയർ ആക്ട് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട
വേണ്ടതാണെങ്കിൽ അത് അവിടെ വെച്ചുകൊണ്ട് കുറവ് സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു. തേർഡ് അറ്റംപ്റ്റിൽ നമുക്ക് കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ട് വേറെ ആക്ടിൽ നിന്നും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർത്ത് അറ്റംപ്റ്റ് നമ്മൾ മൊത്തത്തിൽ 100 എന്നുള്ള രീതിയിലേക്ക് അറ്റൻഡ് ചെയ്യുന്നു. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ശരിയാവും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒന്നും അറിയാത്താണെങ്കിൽ പോലും പലതും ശരിയാവും. അത് തന്നെ നമ്മൾ വായിച്ചു നോക്കും. ഒന്നും അറിയില്ലെങ്കിൽ പോലും വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നമുക്ക് അറിയില്ല എന്ന് തോന്നുന്ന ചിലപ്പോൾ കേസ് ലോസ് തന്നെ, ചിലപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസ് ലോ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും ആ ഓപ്ഷൻസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചിലത് എന്താണ് ഈ ക്വസ്റ്റിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആയി കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് ആവശ്യമുള്ള 2 ഓപ്ഷൻസ് തമ്മിലൊരു ഡൗട്ട് ഒക്കെ വരാം. അതിൽ നിന്ന് ഒരെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലത്തെ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലപ്പോൾ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ 106ാമത്തെ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ചൊന്ന് വായിച്ചിട്ട് പോകുന്നവർക്കായിരിക്കും അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പം അത് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ചില സ്റ്റേറ്റ്മെന്റുകൾ ബെയർ ആക്ടിൽ ഉണ്ടാവും, ചില സ്റ്റേറ്റ്മെന്റുകൾ ബെയർ ആക്ടിൽ ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും, മിക്സഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഈ ക്വസ്റ്റിനെ കാണേണ്ടത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണോ, നമ്മൾ ആദ്യം കാണേണ്ട രീതി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്ന് പറഞ്ഞൊരു ഈ കീവേഡ് ഉണ്ട്. ആ കീവേഡിനെ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതോ ഇൻകറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആദ്യം എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്നിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോഴും അത് ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി പോവാം. അപ്പോൾ ഇൻകറക്റ്റ് ആണ് എന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എനി കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. ഒന്ന് മ്യൂട്ട് ആക്കണേ. ഓക്കെ, യെസ്. സോ ഏത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നാലും ആൻസർ ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. കറക്റ്റ് എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. കീവേഡ് ഞാൻ മാർക്ക് ചെയ്തു. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുന്നില്ല ഇതിനകത്ത്. വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുകയാണ് ഇത് കറക്റ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ, കറക്റ്റ് ആണ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യാൻ പറയുന്നത് കറക്റ്റിനെയാണോ ഇൻകറക്റ്റിനെയാണോ, കറക്റ്റിനെയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് ചെയ്യുക, കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് അല്ലേ, അല്ല. ഇത് കറക്റ്റ് ആണോ, അതെ. ഇത് കറക്റ്റ് അല്ലേ, അല്ല എന്ന് വിചാരിച്ചു. ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം കറക്റ്റ് ആയത് ഇനി വീണ്ടും എടുത്ത് നോക്കുക. നമ്മൾ എന്താ ചോദിച്ചത്, കറക്റ്റ് ആയത് ഏത്, കറക്റ്റ് അല്ലാത്ത ഏത്. അപ്പോ കറക്റ്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയത് മാത്രം 1 and 3. ഇതിപ്പോ 1 and 3 ഒന്നല്ല കേട്ടോ ആൻസർ. 1 and 3 ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അതാണ് ശരി ഉത്തരം. ഇൻകറക്റ്റ് ആണ് ചോദിച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ ടിക്കുള്ളതല്ല എടുക്കേണ്ടത്. തെറ്റ് നമ്മൾ ഇട്ടിട്ടുള്ള ഏതൊക്കെ ഉണ്ടോ അത് മാത്രം എടുത്തിട്ട് അതിന്റെ ഓപ്ഷൻ ഏതാ നോക്കുക. ഇനി വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയതാ ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? കറക്റ്റ് ആയത് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ഇപ്പൊ നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഫോർത്ത് കറക്റ്റ് ആണ്. ഈ ഓപ്ഷൻ ചില ഓപ്ഷനുകൾക്ക് അകത്തുണ്ട്, ചിലത് ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ശരിയല്ലേ? ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇതല്ല, കാരണം എന്താ, ഫോർത്ത് അതിനകത്തില്ല. ഇതോ ഫോർത്ത് കറക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇനി ഫസ്റ്റ് കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് കറക്റ്റ് അല്ല, നമ്മൾ നോക്കിയപ്പോ ഫസ്റ്റ് കറക്റ്റ് അല്ല, ഫോർത്ത് കറക്റ്റ് ആണ്. ബാക്കി സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും അപ്പൊ എന്തുണ്ടാവാം, ഫോർത്ത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒഴിവാക്കി. ഫോർത്ത് കറക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഇത് ഒഴിവാക്കി, ഓപ്ഷൻ എ ഒഴിവാക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ കറക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് ഏതൊക്കെ ഒഴിവാക്കാം, ബിയും ഒഴിവാക്കാം, ഓൾ ഓഫ് ദ എബോവ് ഒഴിവാക്കാം. ഐ മീൻ ഞാൻ ഈ ക്വസ്റ്റൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഇടയിൽ വരുന്നവർക്ക് തെറ്റണ്ട. ഈ ക്വസ്റ്റൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, ടോട്ടൽ ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതാണ് കറക്റ്റ് അല്ലെ? കാരണം ഫോർത്ത് കറക്റ്റ് ആണ്, 1 കറക്റ്റ് അല്ലാത്തത്. ഇത് മാത്രമേ ആ ഒരു ഓപ്ഷൻ സാധ്യതയുള്ളൂ. 2 ഉം 3 കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ അയ്യോ വലിയൊരു ക്വസ്റ്റൻ ആണ്, വായിക്കാതെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓപ്ഷനുകളിലൂടെയും സ്റ്റേറ്റ്മെന്റുകളിലൂടെയും വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ ചില ഓപ്ഷൻസ് എങ്കിലും നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് 1-2 ഓപ്ഷനുകളിലേക്ക് നമുക്ക് ചുരുക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ മറ്റേ വെറുതെ ഗസ് ചെയ്ത് ആൻസർ ചെയ്ത് മാർക്ക് തെറ്റിയാലും ഇതില്ല, നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും വെറുതെ ഗസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഇന്റലക്ച്വൽ ഗസ് നടത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം കുറേയൊക്കെ എന്തുണ്ടാവും, ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് തന്നെ എടുക്കുന്നുണ്ടാവും. ഓരോ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഇതിപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഡയറക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെക്ഷനുകളൊക്കെ എടുത്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ
ആ ഒരു ഭാഗം വായിച്ചു. ഇത് എവിടെയാണ് വരുന്നതെന്നെങ്കിലും മനസ്സിലാക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ഓപ്ഷൻസിൽ വരുന്ന സെക്ഷനുകളെല്ലാം എടുത്തിട്ട് ഇത് അതാണോ, ഈ സെക്ഷൻ അതാണോ, ഈ സെക്ഷൻ അതാണോ എന്നും നമുക്ക് നോക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ കേസസ് വിച്ച് വേർ ദ വിക്ടിം ഈസ് എ വുമൺ ബിലോ ദ ഏജ് ഓഫ് 16 or 12 ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് BNS എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ BNS-നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കറിയാം സെക്ഷൻ 63 മുതൽ അങ്ങോട്ടുള്ള സെക്ഷൻസ് ആണ് എന്ത് നമ്മുടെ ചൈൽഡ് ആൻഡ് വുമൺ എന്ന് പറയുന്ന ആൾക്കാർക്ക് എഫക്ട് ചെയ്യുന്ന ഒഫൻസസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 63 എന്ന് പറയുന്നത് റേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ റേപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ 16ഉം 12ഉം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലാതെ നേരെ പോയിട്ട് 63 എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ റേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കത് ഇതാണ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 63 വെറുതെ റേപ്പ് കണ്ട വഴിക്ക് പോയിട്ട് വേഗം പോയിട്ട് മാർക്ക് ചെയ്യരുത്, വായിക്കണം. എന്താ വായിച്ചിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്, വിക്ടിമിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. 16 or 12 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് 63 അല്ല, അത് ഏതാണെന്ന് നോക്കണം. 64 ആണോ, 65 ആണോ, 72 ആണോ, ആ സെക്ഷന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണുന്ന ഒറ്റ നോട്ടത്തിൽ BNS IPC ഒക്കെ സംശയം വരും. ഇപ്പൊ സ്നാച്ചിങ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ, സ്നാച്ചിങ് അല്ലെ, ന്യൂ ഒഫൻസ് BNS-നകത്ത് ആഡ് ചെയ്ത് നമുക്ക് 304 ആണ് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 304 ആണ്, 303 ആണ് ടെസ്റ്റ് വരുന്നത്. അപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് BNS ആണോ IPC ആണോ, ഇതിനകത്ത് ചിലപ്പോൾ സ്നാച്ചിങ് ആയിട്ട് കുഴപ്പമില്ല, തെഫ്റ്റ് ആണെന്ന് വരും. ഇപ്പൊ 378 അതിന്റെ ഇടയിൽ കിട്ടുന്നത് വരിക, അല്ലെങ്കിൽ റേപ്പ് ആണ്. അപ്പൊ നമുക്കറിയാം IPC ഒഫൻസ് 376 ആണ്, ഇപ്പൊ പുതിയതാണെങ്കിൽ 63 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ആൻസർ മാർക്ക് ചെയ്യാൻ തോന്നും, റേപ്പ് എന്ന് കാണുമ്പോൾ തന്നെ 376 നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലപ്പോൾ പണിഷ്മെന്റ് ഫോർ റേപ്പ് 376 ആണെന്ന് തോന്നും. ഓപ്ഷൻ എ 376 ആണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരും ഇത് 376 ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് BNS ആണോ IPC ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പോവുക. അല്ലാതെ നമ്മൾ ഓടി പിടിച്ച് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻ മുഴുവനായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആൻസർ ചെയ്യുക, വെറുതെ മാർക്ക് കളയരുത്. സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ട രീതികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓൾറെഡി സിലബസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തു. ദെൻ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ദെൻ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് കൂടി, ഈ നമ്മുടെ എക്സാം ഈ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ മിക്കവാറും എല്ലാവരും അഡ്വോക്ക് ലേണിംഗിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ലിങ്കുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് അഡ്വോക്ക് ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പെല്ലിംഗ് ഉണ്ട്, പോസ്റ്ററിലുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്കിപ്പം ആപ്പ് സ്റ്റോർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിനകത്ത് ഒരു ഇഷ്യൂ നടക്കുന്ന കാരണം കൊണ്ട് ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും ഡയറക്റ്റ് ലിങ്ക് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ ആപ്പിലൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ ഡീലിസ്റ്റഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലോ സഫാരിയിലോ കയറിയിട്ട് നിങ്ങൾ അഡ്വോക്ക് ലേണിംഗ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വെബ് വെർഷൻ കിട്ടും. അല്ലെങ്കിൽ വെബ് വെർഷന്റെ ഓൾറെഡി ലിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് അഡ്വോക്ക് ലേണിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ് വെർഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഓൾ കോഴ്സസ് എന്ന് പറയുന്നത് കുറെ പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾ കോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുള്ള പേരിൽ ഒരു കോഴ്സ് കാണാം. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ്. യാതൊരു കോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഫീസ് വേണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കുകയേ വേണ്ട. ഇത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള യങ് ലോയേഴ്സ് നോർത്ത് സോൺ നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ഒരു രൂപ പോലും ഫീസ് ഒന്നും അവർ വാങ്ങുന്നില്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിനെ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈനോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ബൈനോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് വേറെ എമൗണ്ട് ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെഷൻ കഴിയുന്നതോടൊപ്പം തന്നെ അവിടെ അതിനകത്തൊരു ടെസ്റ്റ് വിസിബിൾ ആവും. ആ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് അവിടെ ടിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ഡിസ്പ്ലേഡ് ആവും. അവിടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്യൂസ് ഒക്കെ ചെയ്യുന്നത് പോലെ ജസ്റ്റ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആൻസർ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ 100 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസും അവിടെ മുകളിൽ നിങ്ങളുടെ സമയം 3 മണിക്കൂർ സമയം ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയം ഇനി ബാക്കിയുണ്ടെന്നും എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തെന്നും എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ മുകളിലെ നമ്പേഴ്സ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്ത് വരാനായിട്ട് പറ്റും. അപ്പോൾ മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ വീണ്ടും മാർക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ ഉപയോഗിക്കുക. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു A4 ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്ക് ചെയ്യാൻ, മറ്റേതാകുമ്പോൾ പേപ്പറിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതുകൊണ്ട് ക്വസ്റ്റ്യന്റെ നേരെ ഫ്രണ്ടിൽ ഡോട്ട് ഇടാൻ പറ്റും. ഇതിപ്പോൾ ഡോട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും വന്ന് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് അറിയുന്നില്ല എങ്കിൽ ഒരു പേപ്പർ കൈവശം വെച്ചിട്ട് ആ നമ്പറുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോയിട്ട് ആ നമ്പറിലേക്ക് തിരിച്ചു വന്ന് നമുക്ക് ആൻസർ ചെയ്യാം. 100 അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രണ്ണം ശരിയായി, എത്രണ്ണം തെറ്റി, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഇതൊന്നും 100-ൽ 100 വാങ്ങേണ്ട മാർക്ക് എക്സാം അല്ല. അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നിങ്ങളുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യാനായിട്ട് ഒരാഴ്ച മുഴുവൻ ഇരുന്ന് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മിനിമം മാർക്ക് സ്കോർ ചെയ്യണം. പക്ഷെ അതിനർത്ഥം 45 അറ്റൻഡ് ചെയ്ത് പോരുക എന്നുള്ളതല്ല. ഒരു 50-60 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. കാരണം അതിനകത്ത് തെറ്റിയ നമ്മൾ ഉറപ്പാണെന്ന് വിചാരിച്ച് പലതും തെറ്റിയേക്കാം. അങ്ങനെ തെറ്റുമ്പോൾ നമ്മുടെ മാർക്ക് കുറയരുത്, 45-ൽ താഴരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 60 എണ്ണമെങ്കിലും ശരിയായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വരാൻ ശ്രമിക്കണം. ചിലപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 45 കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം ഹോളിൽ വന്ന് കണ്ട് ഞെട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബെയറാക്ട് വായിച്ചാലായിരിക്കും പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ സമയമെടുത്ത് ബെയറാക്ട് വായിച്ച് നിങ്ങൾ 3 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിനകത്ത് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 30 മാർക്ക് 25 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് തരുന്നത്. ഒരാഴ്ച സമയമുണ്ട്. ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്ന മാക്സിമം ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ബെയറാക്റ്റുകൾ എടുത്ത് എല്ലാ കണ്ടന്റുകളും എടുത്ത് എവിടെയെല്ലാം എന്തെല്ലാം വരുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മാർക്കൊക്കെ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. യാതൊരു സംശയവും വേണ്ട. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി മാക്സിമം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വാട്സപ്പില് 3 ഓപ്ഷനായിട്ട് പറയുന്നത്. അപ്പൊ ഏത് വെച്ചിട്ട് അങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടത്? വെബിന്റേതും ഉണ്ട്, ഏത് വേണമെങ്കിലും ചെയ്യാം. പ്ലേ സ്റ്റോറിലുള്ളത് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പേരും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഇനി അതല്ല, വെബ് വേർഷൻ ഉപയോഗിക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. വെബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആപ്പിനകത്ത് കാണുന്ന അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിലായിരിക്കും ഓപ്പൺ ആവുക എന്ന് മാത്രം. അവിടെയും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഓൾ കോഴ്സസ് ഒന്നും ഇതേ സെയിം ഇന്റർഫേസ് അവിടെ കിട്ടുന്നതാണ്. നിങ്ങൾ ലാപ്പിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ലാപ്ടോപ്പിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വെബ് വേർഷൻ ഉപയോഗിക്കാം. അപ്പോൾ ലാപ്ടോപ്പിനകത്ത് വലിയ സ്ക്രീനിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കാണാം. മൊബൈൽ ഫോണിലൂടെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരമാണെങ്കിൽ ലാപ്ടോപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വെബ് വേർഷൻ ഉപയോഗിക്കാം. ഈ ഐഫോൺ ഉപയോഗിക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ, ആപ്പ് സ്റ്റോറിനകത്ത് ഇപ്പോൾ ഡീലിസ്റ്റഡ് ആയിട്ട് എടുക്കുകയാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കുന്നവർക്കും ഈ വെബ് വേർഷൻ നിങ്ങൾ ഉപയോഗിക്കാം. അത് ഫോണിലാണെങ്കിലും വെബ് വേർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ ഗൂഗിൾ ക്രോമിലോ സഫാരിയിലോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ടെസ്റ്റ് ഇന്ന് തന്നെ ചെയ്യണോ സാർ, അതോ മാക്സിമം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടെസ്റ്റ് ഒരു വേണമെങ്കിൽ ഞാൻ ഇതുമായിട്ടൊന്ന് സംസാരിക്കാം. 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ അവൈലബിൾ ആക്കാം. പക്ഷെ മാക്സിമം ഇന്ന് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇനി ഒരാഴ്ച സമയമുള്ളൂ. നിങ്ങൾ ഈ എക്സാം ഒരു 2 ദിവസം മുമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഒരു പക്ഷേ ഒരാഴ്ച മുമ്പേ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇമ്പ്രൂവ് ആവായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ തന്നെ അറ്റൻഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക എന്നാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്താണ് ആപ്പിൽ കയറിയിട്ട് എന്താ കയറി കഴിഞ്ഞാൽ ഓൾ കോഴ്സസ് എന്നുള്ളത് കാണാൻ പറ്റും. ഓൾ കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനുള്ളിലേക്ക് കയറാൻ പറ്റും. കോഴ്സിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എമൗണ്ട് ഒന്നും പേ ചെയ്യണ്ട. ബൈ എന്നുള്ള വാക്കുകൾ മുമ്പേ അതിനകത്ത് ഇട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒന്നേ ഉള്ളൂ കേട്ടോ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റിന്റെ ഒരു ഐറ്റം അവിടെ കാണാം. ആ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കാണുന്നുണ്ടാവില്ല, ഈ ക്ലാസിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മളത് ആഡ് ചെയ്ത് തരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്പോൾ ടെസ്റ്റ് ഓപ്പൺ ആയി വരും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കാണാം. ഓൺലൈൻ എക്സാം എഴുതുന്നവരെ നിങ്ങൾക്ക് കയറി കണ്ട് അറ്റൻഡ് ചെയ്യാം. അവസാനം 100 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. പറഞ്ഞോളൂ ശോഭ മാഡം പറഞ്ഞോളൂ. ഇപ്പൊ ജസ്റ്റ് അമെന്റ്മെന്റ് നമ്പർ 89th അമെന്റ്മെന്റ് എന്താണ്, അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വഴിയുണ്ടോ? 89th അമെന്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞ ഞാനൊരു ഒരു സജഷൻ ഞാൻ പറഞ്ഞത്, ഡയറക്ട്ലി അമെന്റ്മെന്റുകളുടെ ലിസ്റ്റ് നമ്മുടെ ഡയറക്റ്റിനകത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻസ് എടുക്കുക. ആ ഓപ്ഷൻസിനകത്ത് എന്തുമായി റിലേറ്റ് ചെയ്താണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളുമായി റിലേറ്റ് ചെയ്താണ് എന്ന് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം അല്ലെ. 4 ഓപ്ഷൻസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ ഓപ്ഷൻസിൽ പറയുന്ന ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പോയിട്ട് ഡയറക്റ്റിൽ പോയിട്ട് തപ്പുക.
അപ്പൊ ആ ബെയർ ആക്ടിലേക്ക് പോയി തപ്പുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആവണമെന്നില്ല, മറ്റേതെങ്കിലും ഏത് ആക്ട് ആയിരിക്കും, ആ ആക്ടിൽ പോയിട്ട് ആ സർട്ടൻ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ബെയർ ആക്ട് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതിന്റെ ഫൂട്ട് നോട്ടിൽ അതിൽ എന്തെങ്കിലും അമെന്റ്മെന്റ് ഉണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 4 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ആ 4 ഓപ്ഷനിൽ പറയുന്ന കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തുണ്ടാവും, ഈ പറയുന്ന ബെയർ ആക്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ചില സമയത്ത് 4 സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം. അപ്പോൾ ആ 4 സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെക്ഷൻസിന്റെ അവിടെ പോയിട്ട് ഇവിടെ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടോ, അമെന്റ്മെന്റ് ഇത് തന്നെയാണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഡൗട്ട്, ഈ എക്സാം നമ്മൾ OMR ഷീറ്റിലുള്ള ഇങ്ങനെ മാർക്ക് ചെയ്യണേണല്ലോ. അപ്പൊ ഇതിപ്പോ നമ്മൾ മാർക്കിംഗ് വിത്ത് പെൻ, നമുക്ക് തിരിച്ച് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പെന്നോണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ. പെന്നോണ്ടാണോ പെൻസിലോണ്ടാണോ മാർക്ക് ചെയ്യണത്? അത് ഗൈഡ് ആണ്. പെന്നോണ്ട് തന്നെയാണ് ഒരൊറ്റ പ്രാവശ്യം മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെന്നോണ്ട് മാർക്ക് ചെയ്താലും പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് റേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം OMR ആണ്. അപ്പൊ ആ OMRന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബാക്കിൽ അത് പതിയും. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇങ്ങനെ തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചിലവരൊക്കെ ചെയ്യുന്നൊരു തെറ്റായിട്ടുള്ള മെത്തേഡ് നമ്മൾ ആദ്യം വെറുതെ ഒരു കുത്തൊക്കെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇട്ടിട്ട് പോകും. ആ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം പിന്നീട് വന്നിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ടിക്ക് ചെയ്തതിനകത്ത് അത് തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, പുറത്തേക്കൊന്നും പോകാതെ ടിക്കായിട്ടിരിക്കുകയെങ്കിൽ അത് തന്നെ മാർക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, തെറ്റാവില്ല. ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതല്ല, ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ ടിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് തോന്നുന്ന സമയത്ത് ആ ടിക്ക് മാച്ചിട്ട് സിയിൽ പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തായിട്ടും കൺസിഡർ ചെയ്യും, അത് ഇൻവാലിഡ് ആവുകയും ചെയ്യും. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ തെറ്റായിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എപ്പോഴും അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വായിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. നമ്മൾ ആൻസർ ചെയ്ത് ഇങ്ങനെ A ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് ആ A പകുതി ബബിൾ ചെയ്തതിനു ശേഷം നമ്മൾ ആലോചിക്കുക, അയ്യോ അല്ല C ആണല്ലോ എന്ന് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് മുഴുവനായിട്ട് മാർക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, ഒരു ഡൗട്ട് കൂടി, ഇതിപ്പോ ഈ BNSSും CRPSും എന്നുള്ള കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ ഇപ്പൊ, കാരണം ചേഞ്ചസ് വന്നോട്ട്. അപ്പൊ ഈ 2019 പേപ്പർ ആൻസർ കൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒരുപാട് പഴയതിന് ആൻസർ ഇട്ട് കാര്യമില്ലല്ലോ, കാരണം ചേഞ്ചസ് വന്നേക്കുന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞതേ അങ്ങനെയല്ല, 19ത്തെയും 18ത്തെയും ഒക്കെ ആൻസർ കൊണ്ട് ഗുണമുണ്ട്. കാരണം അത് BNSS BSA അതിനകത്ത് കമ്പാരിറ്റീവ് ആയിട്ട് വരുന്നതും ആ 3 പ്രൊവിഷനിൽ നിന്നും ഡയറക്ട്ലി വരുന്നതും മാത്രമേ നമുക്ക് കിട്ടാതിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ആക്ടുകളും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിലാവുണ്ട്? അതുപോലെ മാത്രമല്ല IPC എന്നുള്ള ക്വസ്റ്റ്യൻസും CRPC എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഈക്വലന്റ് പ്രൊവിഷൻസ് ഏതാണെന്ന് BNSലും BNSലും നമുക്ക് നോക്കി വെക്കാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് IPCയിൽ നിന്നും. അപ്പൊ IPCയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതാണോ അതിന്റെ ഇപ്പോഴത്തെ ഈക്വലന്റ് വേർഷൻസ് എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കി വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? അത് കാരണം മാത്രമല്ല പാറ്റേൺ മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന്റെ ടഫ്നെസ് എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ പ്രിഫറബിളി ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതാണ്. ബെയറാക്ട് മാർക്ക് ചെയ്യാൻ പാടുണ്ടോ സർ? ശരിക്കും പറഞ്ഞാൽ മാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. മാർക്ക് ചെയ്തിട്ടുള്ള ബെയറാക്ടുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഓപ്പൺ ടെക്സ്റ്റിന്റെ. അത് ഇത് മാത്രമല്ല, ഏത് എക്സാം ആണെങ്കിലും ഈ പറയുന്ന ഓപ്പൺ ടെക്സ്റ്റ് എക്സാമുകളിൽ ബെയറാക്ടിൽ മാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചില സമയത്തൊക്കെ ഇപ്പം PSC ഒക്കെ എക്സാം നടക്കുന്ന സമയത്തൊക്കെ ബെയറാക്ട് ഇത്തരത്തിലുള്ള ഓപ്പൺ ടെക്സ്റ്റ് ബുക്കുകൾ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നോർമലി ഇൻവിജിലേറ്റർ വന്നിട്ട് ഈ ബെയറാക്ടുകളൊക്കെ എടുത്ത് മറച്ചു നോക്കും. അതിനകത്ത് എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെയറാക്ട് അവർ എടുത്തു കൊണ്ടുപോകും. അങ്ങനെയാണ് നോർമലി ചെയ്യേണ്ടത് ഒരു ഓപ്പൺ ടെക്സ്റ്റ് ബുക്കിനകത്ത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് മാർക്ക് ചെയ്യാത്തത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ ഇൻവിജിലേറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എടുത്ത് കൊണ്ടുപോകും. ഈ ബുക്കിൽ നമ്മുടെ പേരൊക്കെ എഴുതാൻ പറ്റുമോ? പേരെഴുതുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ബുക്കിനകത്ത് ബെയറാക്ടുകളിൽ പേരെഴുതുന്നതുകൊണ്ടൊന്നും പ്രശ്നം വരുന്നില്ല. പിന്നെ തോന്നി ഈ ചാപ്റ്റർ വൈസ് നമ്മള് സെക്ഷനും ചാപ്റ്ററും പേജ് നമ്പർ നോട്ട് ചെയ്തിട്ട് നമ്മളൊരു കുറിപ്പയിൽ വെച്ചാൽ പ്രശ്നമുണ്ട്. കുറിപ്പ് വെക്കാൻ പറ്റില്ല. ഒരു കുറിപ്പ് വെക്കാൻ പറ്റില്ല. എന്താ വൈഷ്ണവി? പേജ് മടക്കി വെക്കാൻ പറ്റുമോ? മടക്കി വെക്കാൻ പാടില്ല എന്നാണ്. അതായത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് രീതിയിലൊന്നും കാണിക്കാൻ പാടില്ല. അവിടെ വരുന്നു, ബെയറാക്ട് നോക്കുന്നു, വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ ആ സമയത്ത് മടക്കി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു പേജിനകത്ത് എന്തെങ്കിലും പോയിന്റർ വെക്കുക, ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഇതൊന്നും എക്സാമിന്റെ സ്കോപ്പിൽ ഫെയർ അല്ല. ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ചെയ്യാൻ പറ്റൂ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മടക്കി വെക്കാം,
പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറിപ്പ് വെക്കാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പറ്റും. പക്ഷെ എക്സാമിന്റെ സ്കോപ്പിൽ ഫെയർ അല്ല എന്നേ ഉള്ളൂ. അത് ഇൻവിജിലേറ്റർ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകും അവര്, അത്രേ ഉള്ളൂ. ഓക്കെ സാർ, ഇപ്പോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് ഏർലിയസ്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാനപ്പെട്ട വേറെ ആക്ടിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പേജിൽ തന്നെ റിപ്പീലിംഗ് ദ പ്രീവിയസ് ഇയറിന്റെ വർഷങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ പക്ഷെ അതില്ലാണ്ട് നമുക്ക് അത് എപ്പോഴാണ് എൻഫോഴ്സ് ആയത് അതിന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും മന്തും ഇയറും അത് വേറെ ആക്ടിൽ ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ പഠിക്കണം. അല്ല, അതിനുണ്ടാവും, ബെയറാക്ടിലുണ്ടാവും. മിക്കവാറും ബെയറാക്ടുകൾ ഇപ്പൊ ഞാൻ ബെയറാക്ട് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ബെയറാക്ടിൽ ഉണ്ടാവും വിചാരിക്കുന്നു. DV ആക്ട്, ഇത് DV ആക്ട് ആണേ. DV ആക്ടിലെ സെക്ഷൻ 1 എടുത്തു കഴിഞ്ഞാൽ, ഇത് ഞാൻ മുമ്പ് ക്ലാസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. സെക്ഷൻ 1 വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കണ്ടോ എന്ത് രീതിയിൽ നോക്കുന്നത്? ഇവിടെ ഇത് ഞാൻ കട്ട് ചെയ്തു. യെസ്, ഇവിടെ കണ്ടോ, ഇതാ മുകളിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഗ്രീനിങ് കൊണ്ട് 13th September 2005. ഈ ഡേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ബെയറാക്ടുകളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അത് എന്ത് ഡേറ്റ് ആണെന്ന് അറിയോ? നമ്മുടെ നിലവിൽ വന്ന ഡേറ്റ് അല്ല, came into force അല്ല, പകരം അത് പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് അസെന്റ് തന്നിട്ടുള്ള ഡേറ്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും? അത് കമൻസ്മെന്റ്, എക്സ്റ്റെൻഡ് കമൻസ്മെന്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ ആയിരിക്കും മിക്കവാറും സെക്ഷൻ 1 ഉണ്ടാവുക. അതിനകത്ത് ഇറ്റ് എക്സ്റ്റെൻസ് ഹോൾ എന്ന് പറയുന്ന ശേഷം പറയും ഇറ്റ് ഷോൾ came into force on such date as the central government may by notification in the official gazette appoint എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടാവും, മിക്കവാറും ബെയറാക്ടിൽ ഉണ്ടാവും. ആ സച്ച് ഡേറ്റിന്റെ മുകളിൽ 2 കാണാനുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? 2 കാണാനുണ്ട്. നേരെ ഫുട് നോട്ടിൽ പോവാ. 2 എന്താ കാണുന്നത് നോക്കൂ, 26 October 2006. ആ ഡേറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? സോ ആ രീതിയിൽ മിക്കവാറും ബെയറാക്ടുകളിൽ ഉണ്ടാവും. നിങ്ങളിത് പറഞ്ഞോണ്ട് ഞാൻ ഇതിന് വേണ്ടി എടുത്തു വെച്ചല്ല, ഇതിൽ എടുക്കുന്നുണ്ടായിരുന്നു, ഫോൾഡറിൽ എടുക്കുന്നുണ്ടായിരുന്നു, ഒരെണ്ണം എടുത്ത് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഇത് പോയി. യെസ് സർ, ഒരു ഡൗട്ട്. ഈ 2019 പേപ്പർ ആൻസർ ചെയ്തപ്പോ കുറെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് സിലബസ് അല്ലല്ലോ, ലോ ഓഫ് ടാക്സേഷനിലുള്ളതാണല്ലോ. ഓക്കെ, കാരണം കഴിഞ്ഞ വർഷം 2 years ന്യൂസ് വന്നിട്ടുണ്ടായ 50% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ ആവണ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞേ. അപ്പൊ അതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? കാരണം ഇത്ര പിള്ളേർ ഫെയിൽ ആവണോണ്ടാണ് ചോദിക്കണത്. കാരണം എനിക്കറിയാം ആക്ച്വലി എന്താണെന്നറിയോ, അതായത് അതിൽ പലതും ഔട്ട് ഓഫ് സിലബസ് അല്ല, സിലബസിനുള്ളിൽ തന്നെ ഉണ്ട്. കാരണം ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാം, ഇപ്പൊ എൻവയോൺമെന്റൽ ലോ എന്ന് പറയുന്ന ഒറ്റ വേർഡേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ലാൻഡ് ലോ എന്ന് പറയുന്ന ഒറ്റ വേർഡേ ഉള്ളൂ, ലോ ഓഫ് ടാക്സേഷൻ എന്ന് കൊടുത്തിട്ടുള്ളൂ. മറ്റേ കമ്പനി ലോ എന്നാ പറയുള്ളൂ, കമ്പനീസ് ആക്ട് എന്നല്ല പറയുന്നത്, കമ്പനി ലോ എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആക്ടുകളുണ്ട്. ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ് ലോയിൽ പറഞ്ഞു 15-20 ആക്ടുകളുണ്ട്, ലാൻഡ് ലോവിനകത്ത് 10-15 ആക്ടുകളുണ്ട്, ലേബർ ലോക്കകത്ത് 10-20 ആക്ടുകളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കുറെ ആക്ടുകളുണ്ട്. ലോ ഓഫ് ടാക്സേഷനകത്ത് ഇൻകം ടാക്സ് ആക്ട് ഉണ്ട്. അപ്പോ ഇങ്ങനെ സിമ്പിൾ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ലെജിസ്ലേഷൻസും ഈ ബെയറാക്ടിന്റെ സ്കോപ്പിലുള്ളത് തന്നെയാണ്. ഒരുവിധം ഈ സിലബസിനകത്ത് വന്നിട്ടുണ്ട്. ആ സിലബസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അത് ചിലവരുടെ അഭിപ്രായത്തിൽ അത് ഔട്ട് ഓഫ് സിലബസ് ആവാം. പക്ഷെ അത് എടുത്തു നോക്കുന്ന സമയത്ത്, ഓരോ ആക്ടുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ലെജിസ്ലേഷൻസും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് കേട്ടോ, എല്ലാം പറ്റില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുവിധം ലെജിസ്ലേഷൻസ് എല്ലാം ഇതിന്റെ സ്കോപ്പിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ സർ, ഒരു കാര്യം കൂടി. ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസിൽ കേസ് ലോസ് കൂടുതൽ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ എന്നാണ്, മറ്റേ CRPC CPC കമ്പയർഡ് ആയിട്ട്. അപ്പൊ സാറിന്റെ ഒരു അഡ്വൈസ് ഞാൻ ചോദിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസ് ലോസ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണായിരിക്കും നല്ലത്. ബെസ്റ്റ് അത് തന്നെയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബന്ധപ്പെട്ടുള്ള ഇനീഷ്യൽ കേസ് ലോസ്, ഒരുപാട് കേസ് ലോസ് ഉണ്ട്. അതിനകത്തുള്ള ലീഡിംഗ് കേസ് ലോസും ഇമ്പോർട്ടന്റ് കേസ് ലോസും പുതിയ പ്രൊവിഷൻസ് വരാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യാൻ കാരണമായിട്ടുള്ള കേസ് ലോസ്, അല്ലെങ്കിൽ ഡോക്ട്രിൻസ്, ഫേമസ് ഡോക്ട്രിൻസ് എന്ന് പറയും, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡബിൾ ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ടൈപ്പ് ഓഫ് ലീഡിംഗ് കേസ് ലോസ് ഉണ്ട്. അപ്പം ആർട്ടിക്കിൾ 21 ബേസ് ചെയ്തിട്ടുള്ള കുറെ കേസ് ലോസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കേസ് ലോസ്, ഇമ്പോർട്ടന്റ് കേസ് ലോസ് എല്ലാം ഒന്ന് നോക്കി അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി പോകുന്നത് നല്ലതാണ്. അത് അവിടെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണെങ്കിലും ഈ BSA എല്ലായിടത്തും വരുന്നുണ്ട് കേസ് ലോസ്. പക്ഷെ കമ്പാരിബിളി ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെയാണ് കൂടുതലും വരാറുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടന്റ് കേസ് ലോസ് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഈ വരുന്ന 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അതെല്ലാം ലിസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഒരു 4 ദിവസത്തെ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ലേ സാർ? കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് കൂടുതൽ നോക്കേണ്ടത്. അതിനർത്ഥം കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം ചോദിക്കാമെന്നുള്ള ഒരു സ്കോപ്പ് ഇല്ല, എവിടെ നിന്നുണ്ടെങ്കിലും ചോദിച്ചേക്കാം.
ഓക്കെ. നമ്മുടെ സിലബസിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സെക്കൻഡ്, അത് ദീപിന്റെ ഫാമിലി ലോണിനെ കുറിച്ചൊക്കെ കുറെ വന്നിട്ടുണ്ടല്ലോ, ഷെയർ ഓവറിന്റെ കേസുകൾ. അതെ, അതൊക്കെ വരാം, അതൊക്കെ ചോദിക്കാം. ഇപ്പം ഇവിടെ മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട കേസസ് എന്ന് എടുത്ത് പറയുന്നുണ്ട് സിലബസിലുണ്ട്. പ്രൊഫഷണൽ എത്തിക്സിനകത്ത് കേസസ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത് എന്ന് മാത്രം. യെസ്, ഈ പാസ് പെർസെന്റേജ്, ഹലോ, പാസ് പെർസെന്റേജ് 45% ആണ് പറഞ്ഞല്ലോ പാസ് ആവാന്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവാൻ സാധ്യത, അങ്ങനെ ക്യാൻസൽ ആവാണെന്നുണ്ടെങ്കിൽ അപ്പൊ കൂടുതൽ മാർക്ക് ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. കാരണം 100 ക്വസ്റ്റിനകത്ത് ഞാൻ അത് കണക്കടക്കം ഞാൻ പറഞ്ഞു തന്നിരുന്നു. 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചതേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാ? അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണോ ക്യാൻസൽ ആവുന്നത്? അല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് വന്നു, മനസ്സിലായല്ലോ. ഇപ്പോ ചോദിക്കുന്നത് ഒരു റേപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, BNS-നകത്തുള്ള പ്രൊവിഷൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഓപ്ഷനകത്ത് IPC-ലെ പ്രൊവിഷൻസ് മാത്രം കൊടുത്തു, 376, 375 ആ ഭാഗങ്ങൾ മാത്രം ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ BNS-ന്റെ ആസ്പെക്റ്റിലുള്ള റേപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷനും ക്വസ്റ്റനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ആൻസർ ഇല്ല അതിന്. അപ്പൊ അത് ക്യാൻസലബിൾ ആണ്, ക്യാൻസൽ ചെയ്തേ പറ്റൂ, ഡിലീറ്റ് ചെയ്യേണ്ടി വരും ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനെ എക്സാമിന് ഇല്ലാത്തതുപോലെ ആയിരിക്കും, മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ 100 എന്ന് പറയുന്നത് 99-ലായിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻ. അപ്പൊ 99-ന്റെ 45% വേണം. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമ്മള് ഒന്ന് മാർക്ക് ചെയ്യണ്ടേ? നമ്മൾ മാർക്ക് ചെയ്യും, നമ്മളെല്ലാം എന്തെങ്കിലും മാർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞ 100 ക്വസ്റ്റ്യൻസും വെറുതെ അറ്റൻഡ് ചെയ്ത് വരും. നിങ്ങൾക്ക് തോന്നുന്ന ചിലപ്പോ BNS-നകത്തുള്ള റേപ്പ് ചോദിച്ചെങ്കിൽ IPC-ലെ റേപ്പ് നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടോ. അതിനകത്ത് മിസ്റ്റേക്ക് തെറ്റ് നമുക്കൊന്നും വരാൻ പോകുന്നില്ല, നെഗറ്റീവ് ഇല്ലല്ലോ. മാർക്ക് ചെയ്തിട്ടേക്കുക, ക്യാൻസൽ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ എന്നിട്ട് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു വന്നാലോ പറയാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ആൻസർ ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ആസ്പെക്ട് ചിലപ്പോൾ ക്യാൻസൽ ആവണമെന്നില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാലും മിസ്റ്റേക്ക് ആയിരിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഒരു പക്ഷേ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് തോന്നുന്ന ആൻസർ മാർക്ക് ചെയ്തിട്ട് തന്നെ പോരും. നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും മാർക്ക് ചെയ്യാം. ഇപ്പോ സാറ് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനെ വെച്ചിട്ട് പറയാണ്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ചില കേസിലെങ്കിലും മിസ്ലീഡ്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നായിരുന്നു ചോദ്യം. പക്ഷെ സാറ് ടിക്ക് ചെയ്യൽ ഒരു എക്സാമ്പിൾ ആണ്. 2 ഓപ്ഷൻസ് ടിക്ക് കാണിക്കുന്നു. അപ്പോൾ ആക്ച്വലി ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് വിച്ച് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ്. വിച്ച് ഈസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് അല്ലേ ഓൺലി വൺ എന്ന്. അല്ല, അത് അങ്ങനത്തെ ചെറിയ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ പ്രശ്നമില്ല. അല്ലല്ല, വിച്ച് ഈസ് എന്ന് പറയുമ്പോ നമ്മൾ ഒരു ഓപ്ഷൻ മാത്രമേ ടിക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. വിച്ച് ആർ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ വി വിൽ ഗോ ഫോർ 2. നേരത്തെ ടിക്ക് ചെയ്ത് 2 പിന്നെ അപ്ലൈഡ് എവിടെയാണോ അത് ചെയ്യും. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ക്വസ്റ്റ്യൻസ് ഇല്ലേതിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. വളരെ കറക്റ്റാ. ഈ ഒരു വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം സിംഗുലർ ആണ്, അങ്ങനെ ഒന്നും ശരിയാവില്ല. ഇത് 2 എണ്ണം ശരിയാണെങ്കിൽ ദേ ഷുഡ് ഹാവ് ആസ്ക്ഡ് വിച്ച് ആർ എന്നല്ലേ. അല്ലെങ്കിൽ നോർമലി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ കാണുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് ബാർ ആർ എന്ന് കൊടുക്കും. സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്ത് മെന്റ് എഴുതിയതിനു ശേഷം ബാർ എസ് എന്ന് കൊടുക്കും. കൊടുക്കേണ്ടത് നോർമലി കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഇതിപ്പോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടത്തുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ അവരുടെ ഭാഗത്ത് ഉള്ളത് കുറെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് പറയാൻ വിചാരിച്ചല്ല, ഈ എക്സസൈസ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ്, കട്ട് ഓഫ് ടൈം അറ്റ്ലീസ്റ്റ് ഇന്ന് മിഡ് നൈറ്റ് വരെങ്കിലും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. യെസ്, അവൈലബിൾ ആയിരിക്കും. സാർ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവുമല്ലോ ഈ പറയുന്ന പോലെ. അപ്പൊ അതില് ചിലപ്പോ ഡിലീറ്റ് ചെയ്യണമെന്നില്ല, ചെറിയൊരു ഗ്രാമാറ്റിക്കൽ അത് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും വിത്തിൻ ദ സിലബസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റൈസ് ചെയ്തപ്പോ ഈ ഫെയർ ഹൗസിംഗ് ആക്ട് അതൊക്കെ നമ്മൾ ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോ ഔട്ട് ഓഫ് സിലബസ് വന്നു എന്ന് പറഞ്ഞാൽ മാത്രം ഡിലീറ്റ് ആവില്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവുള്ളൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. ഓക്കെ സാർ. യെസ്, എനി അതർ ഡൗട്ട്സ്? ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം ഫെയർ ഹൗസിംഗ് ആക്ട് എന്ന് പറയുന്നത് അത് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ പറയണത്. എനിക്ക് എന്റെ ഒരു ഡൗട്ട് സാർ കണ്ടു, അതൊരു ഡോക്ട്രീൻ ആയിരുന്നു. അതെ, ഔട്ട് ഓഫ് സിലബസ് അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാനാ വന്നത്. ഓക്കെ, വേണമെങ്കിൽ അത് മാത്രമല്ല, പ്രോപ്പർട്ടി ലോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വേർഡ് അവിടെ പ്രോപ്പർട്ടി ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് വരാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ വേറെ പല രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് സിലബസിന്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഒരു സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
യെസ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു കർത്തവ്യം എന്നെ ഏൽപ്പിച്ച ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ യങ് ലോയേഴ്സ് അസോസിയേഷൻ നോർത്ത് സോൺ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. യെസ്, താങ്ക് യു ഓൾ. താങ്ക് യു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഒരു ഇതും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ.